മനുഷ്യർ പലപ്പോഴും പലതിലും അഹങ്കരിക്കാറുണ്ട്. ചിലർ അവരുടെ സൗന്ദര്യത്തിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ ധനത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, അങ്ങനെ പലതിലും മനുഷ്യർ അഹങ്കരിക്കാറുണ്ട്. ചിന്തിക്കാറില്ല നമ്മളെ ഇതിലെല്ലാം എത്തിച്ചേരാൻ നമ്മളെ സഹായിച്ച വ്യക്തികളുടെ മുമ്പിലാണ് നാം ഈ അഹങ്കാരം കാണിക്കുന്നത്. ഇവിടെ ഒരു റോസാ ചെടി തന്നെ സഹായിച്ച വ്യക്തികളുടെ മുമ്പിൽ അഹങ്കരിക്കുന്നതാണ് ഇന്നത്തെ സ്പീക്കർ. ഒരു മരുഭൂമിയിൽ ഒരു ജീവൻ പോലും നിലനിൽക്കാൻ പറ്റാത്തിടത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. സുന്ദരമായ ചെറിയൊരു റോസാപ്പൂ വളർന്നു. അത് വളർന്ന് ആ മരുഭൂമിയിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള പൂവായി അത് വളർന്നു. അതിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കാക്ടസ് ചെടിയും വളർന്നു. നമ്മുടെ ഇത് മനോഹരമായ റോസാ ചെടി വളർന്നു നിൽക്കുന്നു. അതിന്റെ പൂവുകൾ എന്ത് നിറമാണ്! അതെ, ഇത്രയും മനോഹരമായ ചെടി ഞാൻ ഈ മരുഭൂമിയിൽ എവിടെയും കണ്ടിട്ടില്ല. അതിന്റെ ഇതളുകൾക്ക് എന്ത് നിറമാണ്! അതെ അതെ, നീ വെള്ളം നല്ലപോലെ ശേഖരിക്കുന്നുണ്ടല്ലോ. നാളെ മുതൽ നല്ല ചൂടാണ്. നമ്മൾ പാതി വെള്ളം ഇവർക്കും കൊടുത്ത് സഹായിക്കണം. അതെ അതെ. കാക്ടസുകൾ അവയുടെ ശരീരത്തിൽ കുറെ വെള്ളം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും റോസ് ചെടിയെ വെള്ളം കൊടുത്ത് അവളെ ആരോഗ്യവതിയാക്കി വെക്കും. അവർ രണ്ടുപേരും റോസ് ചെടിയെ ശുശ്രൂഷിക്കുന്നു. അതിനാൽ അവളോട് ഒരിക്കലും പറഞ്ഞില്ലായിരുന്നു അവൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എങ്കിൽ മരിച്ചു പോകുമെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. റോസ് ചെടി വളർന്നു വലുതായി. അവൾ വളർന്ന മരുഭൂമിയിൽ ഏറ്റവും സുന്ദരമായി പൂവായി മാറി. അവർ 3 പേരും സന്തോഷത്തോടെ ആ മരുഭൂമിയിൽ ജീവിച്ചു. ഒരു ദിവസം അതുവഴി ഒരു വഴിയാത്രക്കാരൻ പോയി. മരുഭൂമിന്റെ റോസാപ്പൂവ് എന്റെ ഭംഗിയെ എടുക്കാനാണ്. ഇത് ഇച്ചിരി ദാഹമുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കാം. വെള്ളം കുടിക്കാൻ കുനിഞ്ഞ റോസ് തന്റെ സൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഹായ്, എന്റെ ഭംഗിയെ കാണാൻ ഈ മരുഭൂമി ഏറ്റവും ഭംഗിയായി പോകും ഞാൻ തന്നെ. എന്റെ ഇതൾക്ക് എന്ത് നെടുമാണ്! ഈ രണ്ട് കാക്ടസും കാട്ടരുത്. ഈ രണ്ട് കാക്ടസ് എന്ത് വിരുദ്ധമായിരിക്കും. അവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. റോസേ, നീ ഇപ്പൊ അഹങ്കാരം കാണിക്കരുത്. എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ കാട്ട് എന്ത് ഭംഗി എനിക്കുള്ളു. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഉള്ളിൽ ശേഖരിച്ച് വെച്ച വെള്ളം തന്നാണ് നീ ഇത്രയും വളർന്നു. അത് മറന്നാണ് നീ സംസാരിക്കുന്നത്. എന്ത്? നിങ്ങളുടെ കയ്യിൽ വെള്ളമോ? ഇനി എനിക്ക് നിങ്ങളുടെ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ വെള്ളം കുടിക്കില്ല. ദിവസങ്ങൾക്ക് ശേഷം റോസ് തളരാൻ തുടങ്ങി. റോസേ, നിന്റെ അഹങ്കാരം നിർത്തി വെള്ളം കുടിക്കോ. നിനക്ക് ക്ഷീണം തുടങ്ങി. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. റോസ് തളർന്നു വീണു. റോസ്, നീ അതിൻ്റെ അഹങ്കാരം നിർത്തി വെള്ളം കുറിച്ച് ആരോഗ്യം പാലിക്കൂ. എന്നോട് നിങ്ങൾ ക്ഷമിക്കൂ. ഞാൻ നിങ്ങളോട് വളരെ മോശമായി പെരുമാറി. ഞാൻ ആരാണെങ്കിലും എൻ്റെ ബലഹീനത എന്തായ ഞാൻ അഹങ്കരിച്ചു പോയി. പുറമെയുള്ള സാമ്യല്ല, അകത്തെ സാമ്യം വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചു. ഇത്ര നാൾ എന്നെ സഹായിച്ച് നിങ്ങളെ ഞാൻ പുച്ഛിച്ചു. എന്നോട് നിങ്ങൾ ക്ഷമിക്കൂ. റോസ് എഴുന്നേറ്റു. നിങ്ങളോട് ഞാൻ എപ്പോഴേ ക്ഷമിച്ചു. യാക്കോബ് 4:6 ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ആകെ ദൈവം തരുന്ന നന്മയിൽ അഹങ്കരിക്കാതെ താഴ്മയോട് അന്യോന്യം സ്നേഹിച്ചു പോകാം. താങ്ക് യു.